ഹായ്! ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്ന ടൈമിൽ നല്ല മഴയാണ്. ഈ ഓടുമെന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഉറ്റി അങ്ങനെ മഴ പെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള വീഡിയോ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മമ്മയുടെ ഇരുന്നിട്ട് പേപ്പറൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ മാമൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നേരെ പോയി സോയാബീൻ കറി വെക്കാമെന്ന്. ക്വാളിറ്റി ഇല്ലാത്ത സോയാബീനാണ് കൂത്തുപറമ്പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കറിയൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറിയൊക്കെ ആകുന്ന ടൈമിൽ തന്നെ മാമൻ അടുപ്പത്ത് ചോറിനൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ മാമൻ ഇപ്പുറത്തിരുന്നിട്ട് വെള്ളരിക്കയും ചക്കക്കുരുവൊക്കെ അരിയുന്നുണ്ടായിരുന്നു. ഇന്ന് വെള്ളരിക്കയും ചക്കക്കുരുവും കറിയാണ്. എന്നാൽ പിന്നെ ഞാൻ കോട്ടപ്പയർ വറവുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കോട്ടപ്പയറൊക്കെ മുറിച്ചിട്ട് അതിൻ്റെതായ സംഭവങ്ങളൊക്കെ ചെയ്ത് വറവുണ്ടാക്കി. ശേഷം ഞാൻ നേരെ പോയി ഫേസ് വാഷ് ചെയ്ത് ഫേസ് റേസർ ഉപയോഗിച്ചിട്ട് ഹെയറൊക്കെ റിമൂവ് ചെയ്തു. നാളെ എനിക്കൊരു ഷൂട്ടുണ്ട്. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി. തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൽത്തപ്പൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ല, കുറേ എണ്ണമയമായിരുന്നു. പക്ഷേ വേറെ രക്ഷയില്ലാത്തത് കൊണ്ടും വാങ്ങിയത് കൊണ്ടും കഴിച്ചു എന്ന് മാത്രം. കൽത്തപ്പത്തിൻ്റെ രീതിയിലൊന്നും അല്ല കൽത്തപ്പം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കുന്ന കൽത്തപ്പമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായില്ല, പക്ഷേ എങ്കിൽ കഴിച്ചു. സ്വീറ്റ്സ് ആണല്ലോ. അതിനുശേഷം ഞാൻ പോയി എൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ നോക്കി. എനിക്ക് സുർജിത്ത് അവർ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോഷോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ചെയ്യലൊക്കെ കുറേ കാലമായിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഒന്ന് നോക്കി എന്താണ് ഇതിൻ്റെ കുട്ടൻസ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം അമ്മ പറഞ്ഞു റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, അതും കഴിച്ചു. പിന്നെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.